ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 13 മരണം എന്നുള്ളതാണ്. അതിലൊരു സ്ഥിരീകരിച്ച വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഡൽഹി പോലീസ് അതീവ ജാഗ്രതയിലാണ്. ഡൽഹിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പരിശോധന നടത്തുന്നു, റെയ്ഡ് നടത്തുന്നു എന്നൊരു വിവരം കൂടിയുണ്ട്. സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ചിലരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അവരെ വളരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്ന് ഡൽഹി പോലീസ് കേന്ദ്രങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അപകടം, ഈ സ്ഫോടനമുണ്ടായി ഇത്രയും മണിക്കൂറിന് ശേഷവും എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കേവലം ഒരു 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 ആക്സിഡന്റ്, ഒരു അപകടം എന്ന നിലയിൽ ഇതിനെ കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് നടന്നത് എന്താണ് എന്നതിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തന്നെയുമല്ല, ഡൽഹിയിൽ മാത്രമല്ല, രാജ്യവ്യാപകമായി രാജ്യം തന്നെ അതീവ ജാഗ്രതയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട നഗരങ്ങൾ, അതുപോലെ ആരാധനാ കേന്ദ്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ അതീവ ജാഗ്രതയിലാണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ബംഗളൂരു തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങൾ പൂർണ്ണമായും ഈ പോലീസിൻ്റെ പരിശോധനയുടെ ഒരു ഭാഗമായി അവിടെ വലിയ പരിശോധനകൾ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. കേരളത്തിലും പ്രധാനപ്പെട്ട നഗരങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ജനത്തിരക്കാർന്ന മേഖലകളിലൊക്കെ പോലീസ് പ്രത്യേക പരിശോധന നടക്കുകയാണ്. ചെങ്കോട്ടയ്ക്ക് സമീപം ഇന്ന് വൈകിട്ട് 6:55 ഈ വാഹനം പൊട്ടിത്തെറിച്ചത്. വളരെ സാവധാനം നീങ്ങിയ ഒരു കാർ അത് ട്രാഫിക് സിഗ്നലിന് സമീപം നിർത്തിയപ്പോൾ വലിയ സ്ഫോടനമുണ്ടായി എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾ അഗ്നിക്കിരയായി. 10 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്ക്. പക്ഷേ ഇപ്പോഴത് 13 മരണം എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിന്നിച്ചിതറിയ നിലയിൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹം ആ പരിസരത്ത് കണ്ടെത്തിയത്. 24 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. 1 കിലോമീറ്റർ ദൂരത്തേക്ക് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. സ്ഫോടന കാരണം അന്വേഷിക്കുകയാണ് എന്ന് ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാർത്താ ഏജൻസിയായ ANAയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ആശുപത്രിയിലേക്ക്, സംഭവ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇതിൽ ഇനി എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു ഔദ്യോഗിക വിശദീകരണം അക്കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും ഒരു അപകടം അല്ല എന്നത് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ വ്യക്തമാകുന്നുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CISF ആണ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിലൊരു പക്ഷേ അന്വേഷണ ഏജൻസികൾക്ക് ഒരു ക്ലാരിറ്റിയും ഇപ്പോൾ വന്നിട്ടുണ്ടാകും എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. പക്ഷേ അത് ജനങ്ങളോട്, രാജ്യത്തോട് പറയാൻ പറ്റുന്ന സാഹചര്യമായിട്ടില്ല എന്ന് വേണം കരുതാൻ. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ബൽറാം നെടുങ്ങാടിയും വിനീത വിജിയും അജീഷ് ജയകുമാറും അച്യുതനും ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. KR ഗോപികൃഷ്ണനും ഹഷ്മി താജ് ഇബ്രാഹിമും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, നമുക്ക് 7:29 അല്ലെങ്കിൽ 7:30 ഈ പൂർണ്ണമായും തീയണയ്ക്കാൻ കഴിഞ്ഞു എന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ നേരത്തെ പറഞ്ഞു. അതിനുശേഷം 2 മണിക്കൂർ പിന്നിടുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത അന്വേഷണ ഏജൻസികൾക്ക് വന്നിട്ടുണ്ടോ? അത് രാജ്യത്തോട് പറയാൻ സമയമായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ആഭ്യന്തരമന്ത്രി അവിടെ ഡൽഹിയിലേക്ക്, ആശുപത്രിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളെ, വാർത്താ ഏജൻസിയെ കണ്ടപ്പോൾ അത് പറഞ്ഞിരുന്നു. അദ്ദേഹം അവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തുകയാണ്. അവിടെ ചികിത്സയിലുള്ളവരെ കാണും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. നേരത്തെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി അവിടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ നൽകും ആശുപത്രിയിൽ. അജീഷ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. എന്താണ് ആശുപത്രിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അജീഷ്? വിജയകുമാർ, എന്തായാലും ആശുപത്രിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ആശുപത്രിയിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ഈ കേസിന്റെ പ്രധാനപ്പെട്ട അന്വേഷണ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നേരത്തെ തന്നെ എത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ആഭ്യന്തരമന്ത്രി വരെയും അതുപോലെ ഒപ്പം തന്നെ കൊല്ലപ്പെട്ടവരെയും എത്തിച്ചിരിക്കുന്ന ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഈ LNJP ആശുപത്രിയിൽ നമുക്ക് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അത് വേഗത്തിൽ പരിഹരിക്കാം. LNJP ആശുപത്രിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിട്ടുണ്ട്. 24 പേരാണ് അവിടെ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അതിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. 13 പേർ മരിച്ചു എന്നതാണ് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചു വരുന്ന വിവരങ്ങൾ. ഒരു ഭീകരാക്രമണമാണ്, IED ഉപയോഗിച്ച് നടത്തിയ ഭീകരാക്രമണമാണ് എന്നൊക്കെ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊരു വ്യക്തത, അത് ഔദ്യോഗികമായി അറിയിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കേണ്ട സമയമല്ല. അതുകൊണ്ട് അത്തരം സ്ഥിരീകരിച്ച
വിവരങ്ങൾക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.